ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർ ബുദ്ധിജീവികളാണ്. എന്താണ് ബുദ്ധിജീവികളാണ് എന്നതിലേക്കുള്ള തെളിവ്? അവർ ഭൗതികമായ നേട്ടങ്ങളെയെല്ലാം തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. തല്ലഖുദ് ദുനിയ എന്ത് കാരണത്താൽ? വഖാഫുൽ ഫിതന, അതിലൂടെ ഫിതന വന്നു പോകും, അപകടത്തിൽപ്പെട്ടു പോകും എന്നത് ഭയപ്പെട്ടുകൊണ്ട് നളറു ഫീഹാ വലമ്മ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, അവർ ശരിക്ക് ചിന്തിച്ചു, ശരിക്ക് ഗവേഷണം ചെയ്തു, ശരിക്ക് പഠനം നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച് ഇത് നശ്വര ലോകമാണ്. അപ്പോൾ ഈ നശ്വര ലോകത്തിൽ ഭദ്രമായ ഒരു വീടുണ്ടാവുക, ഒരു കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമല്ല. അത് നാം ഇവിടെ നിന്ന് പരലോക ജീവിതത്തിലേക്ക് പോകാനുള്ളതായ ഒരു മാധ്യമം മാത്രമാണ്, ഒരു പാലം മാത്രമാണ് എന്ന രൂപത്തിലാണ് അവർ മനസ്സിലാക്കി വെച്ചത്. നളറു ഫീഹാ വലമ്മ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജഅലുഹാ ലുജ്ജതൻ വത്തഖദു സാലിഹൽ അമാലി ഫീഹാ സുഫ്ന. ഈ ദുനിയാവിനെ ഒരു നദിയാക്കി കാണുകയും എന്നിട്ട് സാലിഹായ സൽക്കർമ്മങ്ങൾ ആ നദിയിൽ കൂടി വിട്ടുകടക്കാനുള്ളതായ ആ കപ്പലാക്കി മാറ്റുകയും ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും റിയാദുസ് സാലിഹീന്റെ തുടക്കത്തിൽ മുഖവരയിൽ നവവി ഇമാം പറഞ്ഞതായ പദ്യം ചെല്ലാറുണ്ട്. ദുനിയാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ശൈലി അത്രമാത്രമാണ്. എന്തിനു വേണ്ടി? നാം ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല, നാം ഇവിടെ ജീവിക്കുന്നത് പരലോകത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമ്മെ തൽക്കാലമായി ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്, സ്ഥിരമായി ജീവിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം നശ്വരമാണ് എന്നത് നമ്മുടെ ജീവിതം കുറിക്കുന്നു, നമ്മുടെ വയസ്സ് കുറിക്കുന്നു, നമ്മുടെ അയസ് കുറിക്കുന്നു, നമുക്ക് വരുന്ന രോഗം കുറിക്കുന്നു, നാം കഴിക്കുന്ന ഭക്ഷണം കുറിക്കുന്നു, എല്ലാം നമ്മളോട് ഓതിക്കൊണ്ടേയിരിക്കുന്നു. നീ ഇതിനോടൊക്കെ വിടവാങ്ങേണ്ടി വരുന്നു, വിടവാങ്ങേണ്ടവനാണ്, വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നത് കുറിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് മനസ്സിലാക്കി ജീവിക്കുന്നവൻ അവനാണ് ബുദ്ധിജീവി, അവനാണ് ബുദ്ധിശാലി.